നീണ്ട ഇടവേളയ്ക്ക് ശേഷം ദുബായിൽ വീട്ടുവാടകയിൽ കുറവ് വന്നതായി പ്രോപ്പർട്ടി ലീസിംഗ് സൈറ്റുകളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ കൂടുതലായും തിരഞ്ഞെടുക്കുന്ന സ്റ്റുഡിയോ 1 ബെഡ്റൂം ഫ്ളാറ്റുകളുടെ വാടകയിൽ വർധനവില്ലെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ദുബായിലെ ഏതാണ്ട് എല്ലാ താമസ കേന്ദ്രങ്ങളിലും വീട്ടുവാടകയിൽ വൻ കുതിപ്പാണ് 2 മാസം മുൻപ് വരെ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ അതിനുശേഷം ചില സ്ഥലങ്ങളിൽ വീട്ടുവാടകയിൽ സ്ഥിരത കൈവന്നുവെന്നും കാര്യമായ വർധനവില്ലെന്നുമാണ് പ്രോപ്പർട്ടി ലീസിംഗ് സൈറ്റുകൾ വ്യക്തമാക്കുന്നത്. ദുബായിൽ നിയമവിരുദ്ധമായി താൽക്കാലിക മുറികൾ ഉണ്ടാക്കിയുള്ള ഷെയറിംഗ് താമസ കേന്ദ്രങ്ങൾക്കെതിരെ അധികൃതർ കർശന നടപടി സ്വീകരിച്ചിരുന്നു. ഇതോടെ ഇത്തരത്തിൽ താമസ സൗകര്യം നൽകിയിരുന്ന കമ്പനികളും നിരവധി ബാച്ചിലേഴ്സും അജ്മാൻ, ഷാർജ എന്നീ എമിറേറ്റുകളിലേക്ക് താമസം മാറിയതും ദുബായിലെ ആവശ്യക്കാരുടെ ഡിമാൻഡ് കുറച്ചു. ബാച്ചിലേഴ്സായ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ താമസിക്കുന്ന ദുബായ് ഇന്റർനാഷണൽ സിറ്റിയിൽ കഴിഞ്ഞ 2 മാസമായി വാടക വർധനവില്ലെന്ന് UAE പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റുകൾക്ക് വാർഷിക വാടക 29,000 ദിർഹത്തിന് താഴെയാണെന്ന് റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നു. ദുബായിലെ പ്രധാന താമസ കേന്ദ്രങ്ങളിലൊന്നായ ഡിസ്കവറി ഗാർഡനിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ വാടകയിൽ 1% കുറവ് രേഖപ്പെടുത്തിയെന്നും റിപ്പോർട്ടുണ്ട്. ദുബായിൽ വാടക നിശ്ചയിക്കുന്നത് റെന്റൽ ഇൻഡെക്സിലെ റേറ്റിംഗ് അനുസരിച്ചാണ്. വീട്ടുവാടകയിൽ കുറവ് വരുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തിന് വലിയ ആശ്വാസമാകും. അമൃത ന്യൂസ്, ദുബായ്.